ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് എന്തും സാധ്യമാക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ്. ഇൻഗ്രീഡിയൻസ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്തും സാധ്യമാക്കുന്നതായിരുന്നെങ്കിൽ എന്തു വലിയ നേട്ടമായിരുന്നേനെ. പക്ഷേ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പ്രാർത്ഥിക്കേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തും സാധ്യമാകും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. മർക്കോസ് 9:23 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. വിശ്വസിക്കുന്നവർക്ക്, അതായത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. ലൂക്കാ 18:27 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്ക് അസാധ്യമായിരിക്കാം, ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് ഈ ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന വ്യക്തികൾക്ക് എന്തും സാധ്യമാകും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏതാനും വചനങ്ങൾ കൂടി എടുക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യമായിട്ടൊന്നും ഉണ്ടാകില്ല, അസാധ്യ കാര്യങ്ങളും സാധ്യമാകും എന്നുള്ളത് കർത്താവ് വചനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യാക്കോബ് 5:15 വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ആ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണ്. മത്തായി 21:21, 22 വായിച്ചാൽ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ, സംശയിക്കാതിരുന്നാൽ, ഈ മലയോട് ഇവിടെ നിന്ന് അകന്നു പോകാൻ പറഞ്ഞാൽ പോയിരിക്കും, ഈ വൃക്ഷം ഇവിടെ നിന്ന് പിഴുതെറിയപ്പെടാൻ കൽപ്പിച്ചാൽ അത് സംഭവിച്ചിരിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. സംശയമില്ലാതെ, സംശയത്തിൻ്റെ ഒരംശം പോലും ഇല്ലാതെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും സാധ്യമാകുമെന്ന് ഉൽപ്പത്തി 25:21 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇസഹാക്ക് തൻ്റെ വന്യയായ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കളുണ്ടായില്ല. അവരവിടെ നിരാശപ്പെടുകയല്ല ചെയ്തത്, ലോകം സജസ്റ്റ് ചെയ്ത കാര്യങ്ങളുടെ പുറകെ പോവുകയല്ല ചെയ്തത്, ദൈവത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. വന്യയായ ഭാര്യയ്ക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ദൈവം അവളെ സന്താനഭാഗ്യം നൽകി അനുഗ്രഹിച്ചതായിട്ട് ഈ വചനത്തിൽ നമ്മൾ കാണുന്നു. ദാനിയേൽ 13 വായിച്ച്, സൂസന്ന മരണവക്കിൽ നിന്നിരുന്ന അവൾക്ക് വേറെ ജീവൻ നിലനിർത്താനുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെ അവൾക്കെതിരെ പ്രവർത്തിച്ച സാഹചര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? അത്ഭുതകരമായിട്ട് ദൈവം അവളെ രക്ഷിക്കുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 18:31 യഹോഷാഫാത്ത് മരിക്കല്ലാതെ വേറെ മാർഗമില്ല. ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നപ്പോഴും ശത്രുക്കൾ ആയുധങ്ങളുമായി അവൻ്റെ ചുറ്റും ചാടി വീണ് അവനെ വകവരുത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരൊറ്റ വിളി, ദൈവമേ എന്നൊരു വിളി. കർത്താവ് അവനെ സഹായിച്ചു എന്നാണ് ഈ വചനത്തിൽ നമ്മൾ കാണുക. യെശയ്യാ 38 ആദ്യ വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, യെശയ്യാ മരണം നേരിൽ കാണുകയാണ്. അവൻ മരിക്കും എന്നുള്ളത് യെശയ്യാ അവനോട് സൂചിപ്പിച്ചൊരു കാര്യം. നീ ഇതിൽ നിന്നും രക്ഷപ്പെടത്തില്ല, നീ മരിക്കും. പക്ഷെ അവൻ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. യെശയ്യായുടെ പ്രാർത്ഥനയുടെ ചില സവിശേഷതകൾ ഈ അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും. കർത്താവിൻ്റെ സന്നിധിയിൽ കരയുന്ന യെശയ്യായെ കാണാൻ പറ്റും. കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുന്ന യെശയ്യായെ കാണാൻ പറ്റും. തൻ്റെ വെട്ടിയൊരുക്കൽ തൻ്റെ നന്മയ്ക്ക് വേണ്ടി കർത്താവ് അനുവദിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന യെശയ്യായെ കാണാൻ പറ്റും. ദൈവത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുന്ന യെശയ്യായെ കാണാൻ പറ്റും. ഇതെല്ലാം ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. ഇനി ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഇന്നും നമ്മൾ തയ്യാറായാൽ ഇതുപോലത്തെ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. യെശയ്യായോട് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്, അവൻ കോമ്പൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പ് യെശയ്യായുടെ അടുത്തേക്ക് ചെല്ലുക, അവനോട് പറയുക, അവൻ്റെ ആയുസ് 15 വർഷത്തേക്ക് ഞാൻ നീട്ടിക്കൊടുത്തിരിക്കുന്നു. കാരണം അവൻ്റെ പ്രാർത്ഥന, അവനെ ഭിത്തിയിലേക്ക് തിരിഞ്ഞു കിടന്ന് കരഞ്ഞ് വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനയും ഒരുപോലെയല്ല. പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മയ്ക്കനുസരിച്ച് പ്രാർത്ഥനയുടെ ശക്തി കൂടുകയും കുറയുകയും ചെയ്യും. അത് യോഹന്നാന്റെ സുവിശേഷം 9:31 വായിച്ചാൽ, പാപിയുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കത്തില്ല. ജോബിൻ്റെ പുസ്തകം 35:13 വായിച്ചാൽ, പൊള്ളയായ നിലവിളി കർത്താവ് സ്വീകരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മയ്ക്കനുസരിച്ച് ആ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരും. ഒന്നുകിൽ അത് ഫലശൂന്യമാകും, അല്ലെങ്കിൽ ഫലസന്ദായകമാകും. വളരെ മനോഹരമായ ശക്തിയുള്ളൊരു പ്രാർത്ഥനയായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് കർത്തൃപ്രാർത്ഥന. നമ്മളൊക്കെ ഒരേ ദിവസം തന്നെ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാറുണ്ടോ? ഇല്ല എങ്കിൽ എന്താണ് കാരണം? അത് നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ തോമസ് അക്വിനാസ് അദ്ദേഹം പറയുന്നത് സുവിശേഷങ്ങളുടെ സുവിശേഷമായിട്ട് കർത്തൃപ്രാർത്ഥന എടുക്കാൻ പറ്റുമെന്നാണ്. ഇനി അദ്ദേഹം പറയുന്നത്, ഈ പ്രാർത്ഥന ഇത്രയും മനോഹരമാകാൻ ഒരു നല്ല പ്രാർത്ഥനയ്ക്ക്, ശക്തമായൊരു പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരിക്കേണ്ട എല്ലാ ഗുണങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. 5 കാര്യങ്ങളാണ് അദ്ദേഹം പറയുക. 1, കോൺഫിഡൻസ്, ആത്മവിശ്വാസം, അതല്ലെങ്കിൽ ദൃഢവിശ്വാസം. കോൺഫിഡൻസ്, ഇറ്റ് ഈസ് യുവർ കോൺഫിഡൻസ് ദാറ്റ് ഈസ് ആൻസേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ പ്രാർത്ഥനയിൽ കാണാൻ പറ്റും. രണ്ടാമത്തേതാണ് റെക്റ്റിറ്റ്യൂഡ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ചോദിക്കുമ്പോൾ ശരിയായത് ചോദിക്കണം. നമ്മൾ തിന്മയായത് ചോദിച്ചത് കൊണ്ടാണ്
പ്രാർത്ഥിച്ചത് നടക്കാതെ പോയത് എന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 4:3 വചനം വായിച്ചാൽ മതി. മൂന്നാമത്തെ കാര്യമാണ് പയറ്റി. പയറ്റി ഈസ് ദി അങ്ഷൻ ഓഫ് പ്രയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ വായിക്കുമ്പോഴാണേലും വിത്ത് അങ്ഷൻ വായിക്കുമ്പോൾ അത് മനോഹരമാണ്. എന്ന് പറഞ്ഞ പോലെ ദൈവഭക്തി നമ്മുടെ പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കും. എന്താണ് ശരിക്കും ദൈവഭക്തി, ദൈവഭയം? നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 8:13 വായിച്ചാൽ തിന്മയെ വെറുക്കുന്നതാണ് ദൈവഭക്തി. നാലാമത്തെ കാര്യമാണ് റൈറ്റ് ഓർഡർ, ശരിയായ ക്രമം. സ്വർഗ്ഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ ആദ്യ ഭാഗം മുഴുവൻ ദൈവം, ദൈവരാജ്യം, ദൈവമഹത്വം. അത് കഴിഞ്ഞിട്ടാണ് അന്നന്ന് വേണ്ടുന്ന ആഹാരം. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേ ആഹാരത്തിൻ്റെ കാര്യവും രോഗസൗഖ്യത്തിൻ്റെ കാര്യമാണോ ആദ്യം പറയാറുള്ളത്? അക്രമത്തിന് മാറ്റം വരണം. ദൈവത്തെ കൂടുതൽ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും നമുക്ക് പറ്റണം. അഞ്ചാമത്തേതാണ് ഹ്യൂമിലിറ്റി, എളിമ. പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനമെന്ന് സഭയും പഠിപ്പിച്ചിരിക്കുന്നത് ഈ എളിമയാണ്. ഇനി നമുക്ക് ഇവിടെ പ്രാർത്ഥന ശക്തിയുള്ളതാകാൻ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസം. ഞാൻ പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യമാണ്. വിശ്വാസമുള്ളവർ കൽപ്പിക്കുന്നത് അതുപോലെ സംഭവിക്കും. രണ്ടാമത്തേതാണ് ജീവിതത്തിൻ്റെ ഗുണമേന്മ. കാര്യം പറഞ്ഞിരിക്കുന്നത് പ്രയർ ഡിപ്പെൻസ് ഓൺ ദ പ്രയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ. അതനുസരിച്ച് ആ വ്യക്തിയുടെ പ്രാർത്ഥനയിൽ വ്യത്യാസമുണ്ടാവും. പാപരഹിത ജീവിതം നയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. മൂന്നാമത്തേതാണ് അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുക. അത് എത്ര ശക്തിയുള്ള പ്രാർത്ഥനയാണ് എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 32:14 അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കൃപ ലഭിക്കും. ജ്ഞാനം 6:14 അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർ നിഷ്പ്രയാസം അവിടുത്തെ കണ്ടെത്തും. ഇതെല്ലാം പ്രഭാത പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്. അവസാനത്തേതാണ് പ്രാർത്ഥിക്കുന്നവർക്കൊരു യോജിപ്പുണ്ടെങ്കിൽ ആ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാകും. മത്തായി 18:19 നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗ്ഗസ്ഥനായ പിതാവ് നടത്തിത്തരും. ഇന്ന് പല മനുഷ്യരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും സാത്താൻ ശരിക്കും അറിയുന്ന ഒരു വചന സന്ദേശമാണിത്. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് നിൽക്കുന്നവരെ എങ്ങനെയെങ്കിലും ഭിന്നിക്കുക, അവരെ തകർക്കുക എന്നുള്ളത് സാത്താൻ്റെ ലക്ഷ്യമാണ്. അവൻ്റെ ഈ കെണിയിൽ പെട്ടുപോകുന്ന നിരവധി വ്യക്തികൾ ഒരു പ്രശ്നം വന്നാൽ ദമ്പതിമാർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നീ കാരണമാണ്, നിങ്ങൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് സാത്താൻ്റെ ഒരു കെണിയായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാകാൻ ആഗ്രഹിച്ച് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഗ്രഹീതരായ നമുക്ക് നാളിതുവരെ ദൈവം ചെയ്തിട്ടുള്ള നന്മകൾ തിരിച്ചറിയാം, അവയ്ക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നിശബ്ദതയിൽ നമുക്ക് സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. കർത്താവേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ലോകം മുഴുവനെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.